2.5 വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ നിന്ന് പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാവേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിസ കിട്ടിയ ശേഷം കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. 2021 പോയി, 22 മാറി, 23 24 വർഷങ്ങൾ കടന്നു പോന്നു. വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം വിസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി. എനിക്ക് നിരാശ വന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ നിർത്തി പോന്നാലോ എന്ന് വരെ വിചാരിച്ചു. വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണോ UK പോയേക്കുന്നത്? കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അവർക്ക് ആ ചോദ്യം ചോദിക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി പോന്നാ മതി എന്നുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് UK നിയമം മാറുന്നതനുസരിച്ച് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഡിപ്പെൻഡൻ്റ് വിസ നിർത്തി കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു, ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് വിസ സാലറി ത്രഷോൾഡ് കൂട്ടണതിന് മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ അടിച്ച് കിട്ടി. 2025 ജൂലൈ 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വന്നു. ഞങ്ങളിപ്പോൾ UK പോകാനായിട്ട് കൊച്ചിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സാധിച്ചതിലും നാട്ടിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ദൈവം നൽകിയ, മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ് അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ന് നാട്ടിൽ വരണോ അതിന് തൊട്ട് മുമ്പ് എനിക്ക് അപ്പനമ്മയ്ക്കും ആധാരം തിരിച്ചു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപാകടാശത്തിൽ ഞങ്ങൾ വരണേന് 1 മാസം 1.5 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും ആ പേപ്പർ അവരുടെ അലമാരി കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. 2021 സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ആ സമയത്ത് കെയർ വിസയ്ക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡായിരുന്നു. കെയർ ഡിപ്പെൻഡൻ്റ് അലൗഡാണ് സമയത്ത് മാർച്ച് 10 ഞങ്ങൾ വിസയ്ക്ക് പേപ്പർ വെച്ചു. അതുവരെ അവർ വിസ തരാമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ അവർ പറഞ്ഞു വിസ തരാൻ പറ്റൂല, നിയമം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് വെച്ചു. വീണ്ടും പറഞ്ഞു ഡിപ്പെൻഡൻ്റ് അലൗഡല്ല, നാട്ടിൽ നിന്നുള്ള ഓവർസീസിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയൊരു വിസ കിട്ടിയത്. ഞങ്ങൾ വിസ തീരാനായിട്ട് ഓഗസ്റ്റ് 3 2025 3 വിസ തീരും. വിസ തീരണേന് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ വിസയുടെ ഇങ്ങനൊരു വിസയുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിസ എടുക്കാൻ തീരുമാനിച്ചത്. വിസ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ആ ചേട്ടൻ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവരണം, വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. വിസയുടെ പേപ്പർ വയ്ക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തിന് ഡേറ്റ് തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ആരോ പറഞ്ഞ പോലെ തോന്നി ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് ചെക്ക് ചെയ്തു. രൂപക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഒരു ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല, UK വിടണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് 3 മിനിറ്റിൽ മാതാവ് എങ്ങനെയാണ് എവിടെ നിന്നാ എന്നൊന്നറിയില്ല ആ ഫോം വീണ്ടും ഫില്ല് ചെയ്ത് എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടി. ഓഗസ്റ്റ് 3 വിസ തീരണം. ഞാൻ ഓഗസ്റ്റ് 2 എനിക്ക് വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. ഞാൻ ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാൻ വിസ അടിച്ചു, എൻ്റെ കൊച്ചിന് സന്തോഷമായി. മമ്മീനെ വരുമല്ലോ, മമ്മി വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം കരുതിയെന്നും എനിക്ക് അപ്പം മനസ്സിലായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതോട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിങ്ങനെ വിസയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരോടെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വഴി തരും, വാവേനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ദൈവം എനിക്ക് നൽകിയതുപോലെ അവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി എടുത്ത് മോക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ മാതാവ് ചുമരുമ്മരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്.
ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് നോക്കിക്കോളും ഞാൻ വിചാരിച്ചു.